ഈ പാറി പാറി നടക്കുന്ന പൂമ്പാറ്റകൾക്ക് എത്ര കാലുകളുണ്ട്? ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന പാമ്പുകൾക്കോ കാലുണ്ടോ? ഇനി ചാടിച്ചാടി പോകുന്ന കങ്കാരുവിനോ എത്ര കാലുകളുണ്ട്? മൂന്നാം ക്ലാസ്സിലെ കിത്നെ പേർ എന്ന മൂന്നാമത്തെ ചാപ്റ്റർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കാലുകളുടെ അത്ഭുത ലോകത്തേക്കാണ്. ഒരു ക്ലാസ് റൂമിൽ ടീച്ചറും കുട്ടികളും ചേർന്ന് വിവിധ ജീവികൾക്ക് എത്ര കാലുകളുണ്ടെന്ന് കണ്ടെത്തുന്നു. പാമ്പ് കാലില്ലാതെ നീങ്ങുന്നു, എട്ടുകാലിക്ക് 8 കാല്, അങ്ങനെ പലതും അവർ പഠിക്കുന്നു. ഇത് വെറും ഒരു ചാപ്റ്റർ മാത്രമല്ല, കൂട്ടുകാരുടെ കൗതുകവും ചിന്തയും ഉണർത്തുന്ന ഒരു യാത്രയാണ്. പശുക്കൾ മുതൽ കങ്കാരു വരെ എല്ലാ ജീവജാലങ്ങളെയും പഠിക്കാൻ ഈ ചാപ്റ്റർ നമ്മളെ ക്ഷണിക്കുന്നു. പഠനം കളിയാവുന്നു, കളി അറിവാവുന്നു. അപ്പോ നമുക്ക് തുടങ്ങിയാലോ? കിത്നെ പേർ. കിത്നെ എന്നാൽ എത്ര, പേർ എന്നാൽ കാലുകൾ. അപ്പോ കിത്നെ പേർ എന്നാൽ എത്ര കാലുകൾ. ഈ ചാപ്റ്ററിൽ ടീച്ചറും കുട്ടികളും കൂടെ ഓരോ ജീവികൾക്കും എത്ര കാലുകൾ ഉണ്ടെന്ന് കണ്ടെത്തുകയാണ്. ബച്ചേ, കുട്ടികൾ. സുപ്രഭാത് അധ്യാപക് ജി. സുപ്രഭാത്. ഗുഡ് മോർണിംഗ് അധ്യാപക് ജി. ടീച്ചറെ. കൂട്ടുകാരുടെ ക്ലാസ്സിലോട്ട് ടീച്ചർമാർ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യാ? എഴുന്നേറ്റ് നിന്ന് വിഷ് ചെയ്യും അല്ലേ? ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് ഒരുമിച്ച് പറയും. അതേപോലെ ഇവിടെ ബച്ചേ എന്നാൽ കുട്ടികൾ എന്നാണ് അർത്ഥം. അപ്പൊ ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും കൂടി എന്താ പറയുന്നേ? ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയുകയാണ്. ഹിന്ദി ഭാഷയിൽ പലപ്പോഴും ജി എന്ന പദം ഉപയോഗിക്കുന്നത് റെസ്പെക്ട് കാണിക്കാനാണ്. അതായത് മുതിർന്നവരോടുള്ള ബഹുമാനം കാണിക്കുവാനോ അല്ലെങ്കിൽ ഒരു ഫോർമൽ സ്പീച്ചില് പൊളൈറ്റ്നെസ് കാണിക്കാനുമായിട്ടാണ്. ഉദാഹരണത്തിന് മാ ജി, അതായത് പ്രിയപ്പെട്ട അമ്മേ, അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് മോം എന്നൊക്കെ പറയാൻ. ദാദി ജി, റെസ്പെക്ട്ഫുള്ളി നമ്മൾ അമ്മൂമ്മനെ വിളിക്കുന്നതാണ് ദാദി ജി. അങ്ങനെ ജി എന്ന വാക്ക് വളരെ കോമൺ ആയിട്ട് ഹിന്ദി ഭാഷയിൽ ഉപയോഗിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം. കുട്ടികൾ ടീച്ചറെ വിഷ് ചെയ്തു, ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറഞ്ഞു. അപ്പൊ അധ്യാപക് ടീച്ചർ. സുപ്രഭാത് ബച്ചോ. गुड मॉर्निंग चिल्ड्रन। आज हम धरती पर रहने वाले जीवों के पैरों की संख्या की बात करेंगे। आज हम, आज എന്നാൽ ഇന്ന്, ഹം നമ്മൾ, ധർത്തി പർ, ധർത്തി എന്നാൽ ഭൂമി, ധർത്തി പർ എന്നാൽ ഭൂമിയിൽ, രഹനെ വാലെ താമസിക്കുന്ന, ജീവോ ജീവികൾ, ജീവോ കെ ജീവികളുടെ, പേരോ കാലുകൾ, പേരോ കി കാലുകളുടെ, സംഖ്യ എണ്ണം, സംഖ്യ കി എണ്ണത്തെ സംബന്ധിച്ച്, ബാത് കരേങ്കെ സംസാരിക്കും. സോ അപ്പൊ ടീച്ചർ പറഞ്ഞു, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, നമ്മൾ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന ജീവികളുടെ കാലുകളുടെ എണ്ണത്തെ പറ്റി സംസാരിക്കും. जीवों के पैरों की संख्या 0 से लेकर कई 100 तक भी हो सकती है. जीवों ജീവികൾ, ജീവോ കെ ജീവികളുടെ, പേരോ കാലുകൾ, പേരോ കി കാലുകളുടെ, സംഖ്യ എണ്ണം, ശൂന്യ സേ ലേക്കർ, ശൂന്യ എന്നാൽ പൂജ്യം, ശൂന്യ സേ ലേക്കർ എന്നാൽ പൂജ്യം മുതൽ, കൈ സൗ തക് 100 കണക്കിന് വരെ, ഹോ സക്തി ഹെ ആകാം അല്ലെങ്കിൽ ഉണ്ടാകാം. അപ്പോ ജീവികളുടെ കാലുകളുടെ എണ്ണം 0 മുതൽ 100 കണക്കിന് വരെ ആവാം. അച്ഛാ, കോയി ബതാ സക്താ ഹൈ കി കിസ് ജീവ് കെ पैर नहीं होते? അച്ഛാ, ശരി, കോയി ആരെങ്കിലും, ബതാ സക്താ ഹെ പറയാമോ, കി എന്ന്, എന്ത്, കിസ് ജീവ് കെ, കിസ് എന്ന് പറഞ്ഞാൽ ഏത്, ജീവ് കെ ജീവിക്ക്, പേർ കാല്, നെഹി ഹോത്തെ ഇല്ല. ശരി, ആർക്കെങ്കിലും പറയാമോ ഏത് ജീവിക്കാണ് കാലില്ലാത്തതെന്ന്? ടീച്ചർ ഇത് ചോദിച്ചപ്പോ ശ്യാം എന്ന് പേരുള്ള ഒരു കുട്ടി പറഞ്ഞു, ജി ഹാ അധ്യാപക് ജി, മുझे പതാ ഹെ. ജി ഹാ, അതെ. ഇവിടെ ജി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം കുട്ടി വളരെ പൊളൈറ്റ് ആയിട്ട് റെസ്പെക്ട്ഫുള്ളി ആണ് സംസാരിക്കുന്നത്. അധ്യാപക് ജി, റെസ്പെക്റ്റഡ് ടീച്ചർ, മുझे എനിക്ക്, പതാ ഹെ അറിയാം, യെസ് മാഡം അല്ലെങ്കിൽ
അതെ ടീച്ചറെ, എനിക്കറിയാം. ബർസാത് മേ മേനെ ബഹുത് കേഞ്ചുയെ ദേഖേ ഹേ. ബർസാത്, ബർസാത്ത് എന്നാൽ മഴക്കാലത്ത്. മേനെ ഞാൻ, ബഹുത് വളരെ, കേഞ്ചുയെ എർത്ത് വോംസ് ദേഖേ ഹേ കണ്ടിട്ടുണ്ട്. എർത്ത് വോം എന്നാൽ മണ്ണിരകളാണ്. അപ്പോ ഈ കുട്ടി പറയാ, ആ ടീച്ചറെ, എനിക്കറിയാം, മഴക്കാലത്ത് ഞാൻ കുറേ മണ്ണിരകളെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാഞ്ഞൂലുകളെ കണ്ടിട്ടുണ്ട്. ഉൻകെ പേർ നെഹി ഹോത്തെ. ഉൻകെ അവയ്ക്ക് അല്ലെങ്കിൽ അവർക്ക്, പേർ കാലുകൾ, നെഹി ഹോത്തെ ഇല്ല, വേ പേട്ട് കെ ബൽ സരക്തെ ഹേ. വേ അവർ അല്ലെങ്കിൽ അവ, പേട്ട് കെ ബൽ വയറിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വയറിന്റെ മുകളിൽ, ഓൺ ദ സ്റ്റൊമക്, സരക്തെ ഹേ ഇഴഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഇഴയുന്നു. അവ വയറ് കൊണ്ടാണ് ഇഴഞ്ഞു പോകുന്നത്. അവയ്ക്ക് എന്തില്ല? കാലുകളില്ല. ശ്യാം ഇത് പറഞ്ഞപ്പോ അധ്യാപക് പറഞ്ഞു. അധ്യാപക് എന്നാൽ ടീച്ചർ. എന്താ പറഞ്ഞേ നോക്കാം. ആഹാ, ബഹുത് ടീക്, വളരെ ശരിയാണ്. അബ് കുച്ച് ദോ പേരോं वाले जीवों की बात करेंगे. അബ് നൗ, കുച്ച് കുറച്ച്, ദോ രണ്ട്, പേരോं കാലുകൾ, പേരോं वाले കാലുകളുള്ള, ജീവോം ജീവികൾ, ജീവോं की ജീവികളുടെ, ബാത് കരേങ്കെ സംസാരിക്കാം അല്ലെങ്കിൽ ചർച്ച ചെയ്യാം. ഇനി നമുക്ക് രണ്ട് കാലുകളുള്ള കുറച്ച് ജീവികളെ പറ്റി സംസാരിക്കാം. ഇൻ ജീവോं को द्विपाद कहते हैं. ഇൻ ഈ, ജീവോं को ജീവികളെ, ദ്വിപാദ് രണ്ട് കാലുള്ളവ, कहते हैं എന്ന് പറയുന്നു. അപ്പോ ഈ ജീവികളെ രണ്ട് കാലുള്ള ജീവികൾ എന്നാണ് പറയുന്നത്. മനുഷ്യ के अतिरिक्त आप और कोई द्विपाद बता सकते हैं? മനുഷ്യ, മനുഷ്യൻ, മനുഷ്യക്ക്, മനുഷ്യന്, മനുഷ്യക്ക് അതിരിക്ത് മനുഷ്യന് പുറമെ, അതായത് മനുഷ്യൻ ഒഴികെ, ആപ് നിങ്ങൾ, ഓർ കോയി മറ്റേതെങ്കിലും, ദ്വിപാദ് രണ്ട് കാലിൽ ജീവിക്കുന്ന ജീവിയെ പറ്റി, ബതാ സക്തേ ഹേ പറയാമോ, പേര് പറയാമോ. അതായത് മനുഷ്യനൊഴികെ അല്ലെങ്കിൽ മനുഷ്യനല്ലാതെ മറ്റേതെങ്കിലും രണ്ട് കാലിൽ ജീവിക്കുന്ന ജീവികളെ പറ്റി നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് ടീച്ചർ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ രമേശ് എന്ന പേരുള്ള ഒരു കുട്ടി ചോദിച്ചു, ക്യോ നഹി, സാരി ചിടിയ ദ്വിപാദ് ഹി ഹോത്തി ഹേ നാ അധ്യാപക് ജി. ക്യോ നഹി, എന്തുകൊണ്ട് പറ്റില്ല, വൈ നോട്ട്. സാരി ചിടിയ, സാരി എന്നാൽ എല്ലാ, ചിടിയ പക്ഷികൾ, ദ്വിപാദ് രണ്ട് കാലുള്ളവ, ഹി തന്നെ, ഹോത്തി ഹേ ആണ് അല്ലെങ്കിൽ ആയിരിക്കുന്നു, ന അല്ലേ അധ്യാപക് ജി ടീച്ചറെ. രമേശ് എന്താ ചോദിച്ചേ? അതെന്താ ഞങ്ങക്ക് പറയാൻ പറ്റാണ്ട്? ഞങ്ങൾക്ക് പറ്റും, എല്ലാ പക്ഷികളും രണ്ട് കാലുള്ളവയാണ് അല്ലേ ടീച്ചറെ. ഇതിനുത്തരമായി അധ്യാപക് ടീച്ചർ പറഞ്ഞു, ബിൽക്കുൽ സഹി കഹാ രമേശ്. अब हम यदि पशुओं की बात करें तो ये बताइए कि आपने कभी किसी ऐसे पशु का नाम सुना है जिसके दो ही पैर हो? ടീച്ചർ എന്താ പറഞ്ഞേ? ബിൽക്കുൽ സഹി കഹാ രമേശ്. ബിൽക്കുൽ തികച്ചും, അബ്സല്യൂട്ട്ലി അല്ലെങ്കിൽ എക്സാക്ട്ലി, സഹി ശരിയായി, കറക്റ്റായി, കഹാ പറഞ്ഞു, രമേശ്, രമേശ് ആ കുട്ടിയുടെ പേരാണ്. അബ് ഇപ്പോൾ അല്ലെങ്കിൽ ഇനി, ഹം നാം, യദി എങ്കിൽ, അതായത് ഇഫ്, പശുവും മൃഗങ്ങളെ, പശുവോങ്കി മൃഗങ്ങളുടെ, ബാത് കാര്യം അല്ലെങ്കിൽ ചർച്ച, കരെ ചെയ്യുകയാണെങ്കിൽ, തോ എങ്കിൽ, യഹ് ഇത്, ബതായിയെ പറയൂ, കി എന്ന്, ആപ്നെ നിങ്ങൾ, കഭി ഒരിക്കൽ, കിസി ഏതെങ്കിലും, ഏസേ അത്തരമൊരു, പശു അതായത് മൃഗം, പശു കാ മൃഗത്തിന്റെ, നാം പേര്, സുനാഹെ കേട്ടിട്ടുണ്ട്, ജിസ്കെ ആരുടെ, ദോ രണ്ട്, ഹി മാത്രം, പേർ ഹോ കാലുണ്ട് അല്ലെങ്കിൽ കാലുകളുണ്ട്. സോ രമേശ് പറഞ്ഞത് തികച്ചും ശരിയാണ്.
ഇനി നമുക്ക് മൃഗങ്ങളെ കുറിച്ച് സംസാരിച്ചാലോ? നിങ്ങൾ ഏതെങ്കിലും 2 കാലുകളുള്ള മൃഗത്തിന്റെ പേര് കേട്ടിട്ടുണ്ടോ? അപ്പൊ സവിത പറഞ്ഞു, ജി ഹാ അധ്യാപക് ജി, मेरी माँ एक दिन मुझे ऑस्ट्रेलिया देश के विषय में बता रही थी और उन्होंने मुझे वहां पाए जाने वाले एक द्विपाद पशु का चित्र दिखाया था जो 2 पैरों पर कूद कूद कर चलता है, किंतु मैं उसका नाम भूल गई. जी हाँ, अदे अध्यापक जी, ടീച്ചറെ, മേരി എന്റെ, മാ അമ്മ, ഏക് ദിൻ ഒരു ദിവസം, മുജെ എനിക്ക്, ഓസ്ട്രേലിയ എന്ന രാജ്യത്തെ, ഓസ്ട്രേലിയ എന്ന രാജ്യത്തിന്റെ വിഷയത്തിൽ, അതായത് അതിനെ കുറിച്ച്, ബതാ രഹി തി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഓർ കൂടാതെ അല്ലെങ്കിൽ ഒപ്പം, ഉനോനെ അവർ, വഹാ അവിടെ, പായേ ജാനേ വാലെ കാണപ്പെടുന്ന, ഒരു ദ്വിപാദ് 2 കാലുകളുള്ള, പശു മൃഗം, കാ ചിത്ര മൃഗത്തിന്റെ ചിത്രം, ദിഖായ താ കാണിച്ചു തന്നിരുന്നു, ജോ അത്, 2 പേരോം പർ 2 കാലുകളിൽ, കൂത് കൂത് കർ ചാടി ചാടി, ചൽത്താ ഹെ നടക്കുന്നു, കിന്തു എന്നാൽ അല്ലെങ്കിൽ പക്ഷേ, മേ ഞാൻ, ഉസ്കാ അതിന്റെ, നാം പേര്, ഭൂൽ ഗയി മറന്നുപോയി. അതേ ടീച്ചറെ, ഒരു ദിവസം എന്റെ അമ്മ ഓസ്ട്രേലിയ എന്ന രാജ്യത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ കാണപ്പെടുന്ന 2 കാലുകളുള്ള ഒരു മൃഗത്തിന്റെ ചിത്രം എനിക്ക് കാണിച്ചു തന്നിരുന്നു. അത് 2 കാലുകളിൽ ചാടി ചാടി നടക്കും. പക്ഷെ അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് കേട്ടപ്പോ രജനി പറഞ്ഞു, ഹാ मैंने भी उस द्विपाद पशु के विषय में एक पुस्तक में पढ़ा था जो मैं पुस्तकालय से लाई थी. हाँ, അതെ मैंने भी ഞാനും, അതായത് ആ മൃഗത്തെ, ഏത് മൃഗമാ? ദ്വിപാദ് പശു, 2 കാലുള്ള പശു മൃഗം, കെ വിഷയമേ അതിനെ കുറിച്ച്, ഒരു പുസ്തകം, പുസ്തകത്തിൽ, പഠാത്ത വായിച്ചിരുന്നു, ജോ അത്, ഏത് ആ പുസ്തകം, മേ ഞാൻ, പുസ്തകാലയ് സേ ലൈബ്രറിയിൽ നിന്ന്, ലായി ഥി കൊണ്ടുവന്നിരുന്നു, മുജെ ഉസ്കാ നാം ഭി യാദ് ഹെ മുജെ എനിക്ക്, ഉസ്കാ അതിന്റെ, ആ ജീവിയുടെ, നാം പേര്, ഭി കൂടെ, അതിന്റെ പേരും, യാദ് ഹെ ഓർമ്മയുണ്ട്, ഉസെ കങ്കാരു കേത്തെ ഹെ അതിനെ കങ്കാരു കേത്തെ ഹെ കങ്കാരു എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ കങ്കാരു എന്ന് പറയുന്നു. ഇറ്റ്സ് കോൾഡ് കങ്കാരു. उसके पेट पर एक थैली भी होती है जिसमें वह अपने बच्चे को साथ ले जाता है. उसके पेट पर അതിന്റെ വയറിന് മുകളിലായി एक थैली ഒരു ചെറിയൊരു തൊട്ടി അല്ലെങ്കിൽ ഒരു പൗച്ച്, भी കൂടെ, होती है ഉണ്ട്, जिसमें അതിൽ, വേ അത്, अपने बच्चे को തന്റെ കുഞ്ഞിനെ, साथ ले जाती है കൂടെ കൂട്ടുന്നു അല്ലെങ്കിൽ ഒപ്പം കൂടെ കൊണ്ടുപോകുന്നു. സോ രജനി പറഞ്ഞത് ഇതാണ്, അതെ ഞാൻ ആ 2 കാലുള്ള മൃഗത്തെ കുറിച്ച് ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പുസ്തകത്തിൽ വായിച്ചിരുന്നു. അതിന്റെ പേരെനിക്ക് ഓർമ്മയുണ്ട്. അതിനെ കങ്കാരു എന്നാ പറയുന്നേ. അതിന്റെ വയറിന് മുകളിൽ ഒരു പൗച്ച് ഉണ്ട്. അതിൽ അതിന്റെ കുഞ്ഞിനെ അത് കൂടെ കൊണ്ടുപോകുന്നു. ഇത് കേട്ടപ്പോ അധ്യാപക് പറഞ്ഞു, വാ ആപ് സബ് ബച്ചേ ബഡേ ബുദ്ധിമാൻ ഹെ. വാഹ് എന്നാൽ വാവ് എന്നാണ് അർത്ഥം. ആപ് സബ് ബച്ചേ, ആപ് എന്നാൽ നിങ്ങൾ, സബ് ബച്ചേ എല്ലാ കുട്ടികളും, ബഡേ വലിയ, ബുദ്ധിമാൻ ബുദ്ധിമാന്മാർ, ഹേ ആണ് അല്ലെങ്കിൽ ആകുന്നു. ആപ്കെ പാസ് മേരെ സഭി പ്രശ്നോं के उत्तर है. ആപ്കെ നിങ്ങളുടെ, ആപ്കെ പാസ് നിങ്ങളുടെ പക്കൽ അല്ലെങ്കിൽ നിങ്ങൾക്ക്, മേരെ എന്റെ, സഭി എല്ലാ, പ്രശ്നോം ചോദ്യങ്ങൾ, പ്രശ്നോं के ചോദ്യങ്ങൾക്ക്, उत्तर है ഉത്തരം ഉണ്ട്. वह जब तेजी से चलता है तो 2 पैरों पर कूदकर चलता है.
लेकिन जब वे धीरे चलता है तो झुककर 4 पैरों पर चलने लगता है, इसलिए उसे चतुष्पाद भी कहते हैं। और कभी कभी आगे बढ़ने में वह अपनी पूंछ का भी उपयोग करता है, इसलिए उसे पंचपाद भी कहते हैं। वह അത് जब എപ്പോഴാണോ തേജി സ്പീഡ് അല്ലെങ്കിൽ വേഗത തേജി സേ എന്നാൽ വേഗത്തിൽ ചൽത്താ ഹെ നടക്കുന്നത് തോ അപ്പോൾ ദോ രണ്ട് പേരോം കാലുകൾ പേരോം പർ കാലുകളിൽ കൂദ് കർ ചാടി ചാടി ചൽത്താ ഹെ നടക്കുന്നു ലേക്കിൻ പക്ഷേ ജബ് എപ്പോഴാണോ വഹ് അത് ധീരെ മെല്ലെ ചൽത്താ ഹെ നടക്കുന്നത് തോ അപ്പോൾ ജുക്ക് കർ എന്നാൽ ചെരിഞ്ഞ്, അതായത് ബെൻഡിങ് ഡൗൺ, താഴോട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ട്, ചാർ പേരോം പർ, ചാർ എന്നാൽ 4, പേരോം എന്നാൽ കാലുകൾ, പേരോം പർ 4 കാലുകളിൽ, ചൽനെ ലഗ്താ ഹെ നടക്കാൻ തുടങ്ങുന്നു. ഇസ്ലിയെ അതുകൊണ്ട്, therefore അല്ലെങ്കിൽ ഈ കാരണം കൊണ്ട്, ഉസേ അതിനെ ചതുഷ്പാദ് ഭി കഹത്തെ ഹെ, ചതുഷ്പാദ് എന്നാൽ 4 കാലുള്ളവൻ, ഹി എന്നും, കഹത്തെ ഹെ പറയുന്നു അല്ലെങ്കിൽ പറയപ്പെടുന്നു. ഓർ ആൻഡ് കഭി കഭി ചിലപ്പോഴെങ്കിലും അല്ലെങ്കിൽ സംടൈംസ്, ആകെ മുന്നോട്ട്, ബഡ്നേമേം പോകുമ്പോൾ, ആകെ ബഡ്നേമേം എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ, വേ അത് അപ്നി തന്റെ, പൂഞ്ച് വാല്, കാഭി വാലിന്റെയും, ഉപയോഗം കർത്താ ഹെ ചെയ്യുന്നു. ഇസ്ലിയെ ഇതുകൊണ്ട്, ഉസേ അതിനെ, പഞ്ചപാദ് 5 കാലുള്ളവൻ, ഭി കഹത്തെ ഹെ എന്നും പറയുന്നു. വേസേ സാധാരണയായി അല്ലെങ്കിൽ ജനറലി, അതുമല്ലെങ്കിൽ യൂഷ്വലി, അധികതർ പശുओं के, അധികതർ എന്നാൽ കൂടുതൽ അല്ലെങ്കിൽ ബഹുഭാഗം, മോസ്റ്റ് ഓഫ്, പശുओं के മൃഗങ്ങളുടെ, തോ അപ്പോൾ അല്ലെങ്കിൽ എന്നിരുന്നാലും, 4 പേർ 4 കാലുകൾ, ഹി ഹോത്തെ ഹെ 4 കാലുകൾ മാത്രമാണ് ഉണ്ടാകുന്നത്. ജേസേ ഉദാഹരണത്തിന്, ഗായ് പശു, ഭേൻസ് ബഫലോ, ഓർ ആറ്റ്. അപ്പൊ ടീച്ചർ ചോദിക്കുകയാണ്, അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞേ? വാവ് വാവ്, നിങ്ങൾ എല്ലാവരും വലിയ ബുദ്ധിമാന്മാരാണല്ലോ, എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ എന്ന് ടീച്ചർ പറഞ്ഞു. അത് കഴിഞ്ഞ് ടീച്ചർ പറഞ്ഞു, കങ്കാരു വേഗത്തിൽ നടക്കുമ്പോ 2 കാലുകൾ കൊണ്ട് ചാടി നടക്കുന്നു, പക്ഷേ പതുക്കെ നടക്കുമ്പോ അത് താഴോട്ട് ചാഞ്ഞ് 4 കാലിൽ നടക്കുന്നു, അതിനാലാണ് അതിനെ 4 കാലുള്ളവൻ എന്ന് വിളിക്കുന്നത്. ചിലപ്പോഴൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി അതിന്റെ വാലും ഉപയോഗിക്കുന്നു, അതുകൊണ്ടാണ് അതിനെ 5 കാലുള്ളവൻ എന്നും വിളിക്കുന്നത്. സാധാരണയായി ഒരുവിധം എല്ലാ മൃഗങ്ങൾക്കും 4 കാലുകളാണ് ഉള്ളത്. ഉദാഹരണത്തിന് പശു, പോത്ത്, പിന്നെന്തൊക്കെയാ? 4 കാലുകളുള്ള ജീവികളുടെ പേര് ടീച്ചർ ചോദിച്ചപ്പോ സമീർ പറഞ്ഞു, കുത്ത, ബില്ലി, ഘോഡ. കുത്ത എന്നാൽ പട്ടി, ബില്ലി എന്നാൽ പൂച്ച, ഘോഡ എന്നാൽ കുതിര. അപ്പോ തന്നെ വീണ പറഞ്ഞു, ബക്കരി, ഗദ, ബന്ദർ. ബക്കരി എന്നാൽ ആട്, ഗധ എന്നാൽ ഡോങ്കി, അതായത് കഴുത, ബന്ദർ എന്നാൽ കുരങ്ങൻ. അപ്പോ തന്നെ റഫിയ പറഞ്ഞു, മേഢക്, ഊദ് ബിലാവ്, ഘടിയാൽ. മേഢക് എന്നാൽ തവള, ഊദ് ബിലാവ് എന്നാൽ ഓട്ടർ. ഓട്ടർ എന്ന് പറഞ്ഞാൽ നീർനായ അല്ലെങ്കിൽ കടൽ നായ എന്ന് പറയുന്ന സംഭവമാണ് ഓട്ടർ. ഘടിയാൽ, ഘടിയാൽ എന്നാൽ ആലിഗേറ്റർ, അതായത് ചീങ്കണ്ണി. അപ്പോ രമേശ് പറഞ്ഞു, ഷേർ, ചീത്ത. ഷേർ എന്നാൽ സിംഹം, ചീത്ത എന്നാൽ ചീറ്റ. അപ്പോ ബിബിൻ പറഞ്ഞു, ജേബ്ര, ജിറാഫ്. ജേബ്ര എന്താ? സീബ്ര, മറ്റേത് ജിറാഫ്. അധ്യാപിക പറഞ്ഞു, അധ്യാപക്, बहुत सही बच्चों, आप सबको तो बहुत सारे पशुओं के नाम आते हैं, लेकिन अब देखते हैं कि भिन्न भिन्न कीटों के पैरों के विषय में
आपको कितना पता है? अब सभी ने चींटे और चींटियां तो देखी ही है। बताइए उनके कितने पैर होते हैं? बहुत सही बच्चों, बहुत വളരെ സഹി correct ബച്ചോ മക്കളെ അല്ലെങ്കിൽ children. ആപ് നിങ്ങൾ സബ്കോ എല്ലാവർക്കും तो बहुत വളരെ बहुत സാരെ എന്നാൽ വളരെയധികം പശുവോ മൃഗങ്ങൾ പശുവോं के മൃഗങ്ങളുടെ നാം പേര് ആത്തെ ഹെ അറിയാം ലേക്കിൻ പക്ഷേ അബ് ഇപ്പോൾ देखते हैं നോക്കാം कि that ഭിന്ന ഭിന്ന വേരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള കീടോം ഇൻസെക്ട്സ് അല്ലെങ്കിൽ കീടങ്ങളുടെ പേരോക്കെ കാലുകളുടെ വിഷയമേ വിഷയത്തിൽ ആപ്കോ നിങ്ങൾക്ക് കിത്ന എത്രത്തോളം പതാ ഹെ അറിയാം ആപ് സഭീനെ ആപ് നിങ്ങൾ സഭി എല്ലാവരും ചീട്ടെ ഓർ ചീട്ടിയാ ചീട്ടെ ഓർ ചീട്ടിയാം എന്നാൽ ആൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ആൻസ് तो देखी ही है तो എന്നാൽ തീർച്ചയായും देखी ही है കണ്ടിട്ടുണ്ടല്ലോ बताइए പറയൂ ഉൻകെ അവയ്ക്ക് അല്ലെങ്കിൽ അവരുടെ കിത്തനെ പേർ ഹോത്തെ ഹെ കിത്തനെ എത്ര പേർ കാലുകൾ ഹോത്തെ ഹെ ഉണ്ട് അല്ലെങ്കിൽ എത്ര കാലുകൾ ഉണ്ട് അവർക്ക് കുട്ടികൾ എല്ലാവരും 4 കാലുള്ള ജീവികളുടെ പേര് പറഞ്ഞപ്പോ അത് വളരെ ശരിയാണെന്ന് ടീച്ചർ പറഞ്ഞു ആഹാ മക്കൾക്കെല്ലാം ഒരുപാട് ജീവികളുടെ പേരറിയാലോ ഇനി നമുക്ക് നിങ്ങൾക്ക് എത്രത്തോളം ഇൻസെക്ട്സിനെ പറ്റി അറിയാം വ്യത്യസ്തമായ ഇൻസെക്ട്സിനെ പറ്റി നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് നോക്കാം എന്ന് ടീച്ചർ പറഞ്ഞു ശേഷം നിങ്ങളൊക്കെ ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടോ ഉറുമ്പുകൾക്ക് എത്ര കാലുണ്ട് എന്ന് ടീച്ചർ ചോദിച്ചു മീന പറഞ്ഞു അധ്യാപക് ജി मुझे चींटों को देखने में बड़ा आनंद आता है उनका चलना मैंने बहुत पास से देखा है मैंने कई बार उनके पैर भी गिन लिए और पता चला कि उनके 6 पैर होते हैं अध्यापक जी ടീച്ചറെ मुझे എനിക്ക് ചീട്ടോം ഉറുമ്പുകൾ ചീട്ടോം കോ ഉറുമ്പുകളെ देखने में കാണുന്നതിൽ അല്ലെങ്കിൽ നോക്കുന്നതിൽ ബഡാ വലിയ ആനന്ദ് ആനന്ദം സന്തോഷം ആതാ ഹെ ഉണ്ടാകുന്നു ഉൻക അവരുടെ ചലന നടക്കുന്നത് മേനെ ഞാൻ ബഹുത് പാസെ ബഹുത് എന്നാൽ വളരെ പാസെ അടുത്ത് നിന്ന് ദേഖാ ഹെ കണ്ടിട്ടുണ്ട് മേനെ ഞാൻ കൈ ബാർ പല പ്രാവശ്യം അല്ലെങ്കിൽ പലവട്ടം ഉൻകെ അതിന്റെ പേർ കാലുകൾ ഭി ഗിൻലിയെ കാലുകളും ഭി എന്നാൽ കൂടിയും ഓൾസോ എന്നാണ് ഗിൻ ലിയെ കൗണ്ടഡ് എണ്ണി ഓർ ആൻഡ് പത്താ ചല മനസ്സിലായി കി ദാറ്റ് 6 പേർ ഹോത്തെ ഹെ കാലുകൾ ഉണ്ട് ടീച്ചറെ എനിക്ക് ഉറുമ്പുകളെ കാണാൻ ഭയങ്കര ഇഷ്ടാ എനിക്ക് വളരെയധികം സന്തോഷം വരും അപ്പോ അവ നടക്കുന്നത് ഞാൻ വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട് പലവട്ടം ഞാൻ അവയുടെ കാലുകൾ എണ്ണിയിട്ടുമുണ്ട് പിന്നെ മനസ്സിലായി അവയ്ക്ക് 6 കാലുകളുണ്ട് അരേ വാ अब आप स्वयं गिनकर आई है तो आपका उत्तर सही ही है आपको पता है कि चींटी के अतिरिक्त और भी कई कीटों के 6 पैर होते हैं जैसे मक्खी भावरा और अरे वाह असल ओ वाव അല്ലെങ്കിൽ ഓ വണ്ടർഫുൾ അബ് അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ആ യു സ്വയം സ്വയമായിട്ട് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഓൺ യുവർ ഓൺ യുവർ സെൽഫ് ഗിൻകർ എണ്ണിയ ശേഷം ഐ ഹേ തോ ഐ ഹേ എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നു തോ എന്നാൽ ആപ്ക നിങ്ങളുടെ അല്ലെങ്കിൽ മീനയുടെ ഉത്തരം സഹി ഹി ഹേ തീർച്ചയായും ശരിയാണ് ആപ്കോ നിങ്ങൾക്ക് പതാ ഹെ അറിയാം കി എന്ത് that ചീട്ടി के अतिरिक्त ഉറുമ്പിനെ കൂടാതെ और भी कई മറ്റ് പല
കീടോങ്കെ കീടങ്ങളുടെ അല്ലെങ്കിൽ ഇൻസെക്ട്സിന്റെ. 6 പേർ ഹോത്തെ ഹെ കാലുകളുണ്ട്. ജേസെ ഉദാഹരണത്തിന് മക്കി, ഫ്ലൈ അതായത് ഈച്ച, ഹവ്ര ബംബിൾ ബി അല്ലെങ്കിൽ തേനീച്ച, ഓർ ആൻഡ് പിന്നെ ഓ അടിപൊളി, വെരി ഗുഡ്, വണ്ടർഫുൾ. മീന തന്നെ എണ്ണിയതുകൊണ്ട് മീനയുടെ ഉത്തരം തീർച്ചയായും ശരിയാണ്. നിങ്ങൾക്കറിയാമോ, ഉറുമ്പ് കൂടാതെ മറ്റു പല കീടങ്ങൾക്കും 6 കാലുകളുണ്ട്. ഉദാഹരണത്തിന് ഈച്ച, തേനീച്ച, പിന്നെ ഏതൊക്കെയാ? ടീച്ചർ ചോദിച്ചു. അപ്പോ തന്നെ രാം പറഞ്ഞു തിത്തിലി. തിത്തിലി എന്നാൽ പൂമ്പാറ്റ. ഓ സിമ്രൻ പറഞ്ഞു ജീങ്കൂർ. ജീങ്കൂർ എന്നാൽ പുൽച്ചാടി അല്ലെങ്കിൽ ഗ്രാസ് ഹോപ്പർ, ക്രിക്കറ്റ്. 6 കാലുള്ള മറ്റു ജീവികൾ ഏതൊക്കെയാണെന്ന് ടീച്ചർ ചോദിച്ചപ്പോ രാം ചോദിച്ചു പൂമ്പാറ്റ ഇല്ലേ. സിമ്രൻ ചോദിച്ചു പുൽച്ചാടിയോ എന്ന്. അപ്പോൾ അധ്യാപകർ പറഞ്ഞു शाबाश बच्चों, बहुत सही कहा। आप सब कीड़ों में इतनी रुचि रखते हैं तो फिर आप में से कोई किसी ऐसे कीट का नाम बता सकता है जिसके 6 से अधिक पैर होते हैं? शाबाश बच्चों, शाबाश എന്നാൽ well done, അഭിനന്ദനം. ബച്ചോ കുട്ടികളെ, ബഹുത് വളരെ, സഹി ശരി, കഹാ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ആപ് നിങ്ങൾ, സബ് എല്ലാവരും, കീടോമേ കീടങ്ങളിൽ അല്ലെങ്കിൽ ഇൻസെക്ട്സിൽ, ഇത്തിനി ഇത്രയും, രുചി രക്തേ ഹെ താല്പര്യം കാണിക്കുന്നു, തോ എന്നാൽ, ഫിർ പിന്നെ, ആപ് മേ സെ നിങ്ങളിൽ നിന്ന്, കോയി ആരെങ്കിലും, കിസി ഏസേ കീട് കാ നാം കിസി ഏസേ അത്തരമൊരു കീട് കീടം അല്ലെങ്കിൽ ഇൻസെക്ട്, കീട് കാ ഇൻസെക്ടിന്റെ നാം പേര്, ബത്താ സക്താ ഹെ പറയാനാകുമോ, ജിസ്കെ അതിന്, ഹൂസ് 6 से अधिक മോർ ദാൻ 6, 6 എന്നാൽ 6, 6 से अधिक എന്ന് പറഞ്ഞാൽ 6നേക്കാൾ കൂടുതൽ, പേർ കാലുകൾ, ഹോത്തെ ഹെ ഉണ്ട്. സോ ടീച്ചർ പറഞ്ഞു അഭിനന്ദനം കുട്ടികളെ, നിങ്ങൾ വളരെ ശരിയായി പറഞ്ഞു. നിങ്ങൾക്ക് കീടങ്ങളിൽ അഥവാ ഇൻസെക്ട്സിൽ ഇത്രയും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ആർക്കെങ്കിലും 6നേക്കാൾ കൂടുതൽ കാലുകളുള്ള ജീവിയുടെ പേര് പറയാമോ? അപ്പോ തന്നെ രമേശ് ഭാസ്കർ എന്നാൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? മക്കടി. മക്കടി എന്നാൽ 8 കാലി. അപ്പോ സവിത പറഞ്ഞു ഹാ മക്കടി കെ തോ 8 पैर दिखाई देते हैं जब वे जाले पर चलती है. ഹാ യെസ് അതെ, മക്കടി 8 കാലി, മക്കടി കെ തോ 8 കാലിക്ക്, 8 പേർ കാലുകൾ, ദിഖായി ദേത്തെ ഹെ കാണാൻ കഴിയും, ജബ് എപ്പോഴാണോ, വഹ് അത്, ജാലേ പർ അതായത് ഓൺ ദ വെബ് വലയുടെ മുകളിൽ, ചൽത്തി ഹെ നടക്കുന്നത്. ശരിയാണ്, 8 കാലി തന്റെ വലയിലൂടെ നടക്കുമ്പോ ഇതിന്റെ 8 കാലുകളും നമുക്ക് കാണാൻ കഴിയും. ഓ ടീച്ചർ പറഞ്ഞു बिल्कुल सही बताया। अब मैं आपको एक और ऐसे कीट के विषय में बताना चाहता हूँ जिसके 30 से लेकर 300 बसाई तक पैर हो सकते हैं, अर्थात 15 जोड़ी से लेकर 191 जोड़ी तक पैर हो सकते हैं। इस अद्भुत कीट का नाम है कनकचूरा। आप में से किसी ने कनकचूरा देखा है? बिल्कुल, തികച്ചും അല്ലെങ്കിൽ തീർച്ചയായും, സഹി ശരിയാണ്, ബതായ പറഞ്ഞത്. അബ് ഇപ്പോൾ, മേ ഞാൻ, ആപ്കോ നിങ്ങളോട്, ഏക് ഓർ മറ്റൊരു, ഏസേ കീട് കെ ഏസേ അങ്ങനെയുള്ള, കീട് കെ കീടത്തിന്റെ, വിഷയമേ വിഷയത്തിൽ അല്ലെങ്കിൽ കീടത്തിനെ പറ്റി, ഇൻസെക്റ്റിനെ പറ്റി, ബതാന പറയാൻ, ചാത്താഹു ആഗ്രഹിക്കുന്നു, ജിസ്കെ ഏതിന് അല്ലെങ്കിൽ അതിന്, 30 സേ ലേക്കർ മുതൽ, 300 ബസായി 382 382 തക് അപ് ടു അല്ലെങ്കിൽ വരെ, പേർ കാലുകൾ, ഹോ സക്തേ ഹെ ഉണ്ടാകാം,
അർത്ഥാത് അതിനർത്ഥം അല്ലെങ്കിൽ അതായത് 15 ജോഡി. ജോഡി എന്നാൽ പെയർ. സേ ലേക്കർ മുതൽ 191 191 ജോഡികൾ, അതായത് 191 pairs തക് വരെ പേർ കാലുകൾ ഹോ സക്തേ ഹേ ഉണ്ടാകാം. ഇസ് അദ്ഭുത്, ഇസ് ഈ അദ്ഭുത് അത്ഭുതകരമായ, കീടം അല്ലെങ്കിൽ ഇൻസെക്ട് കാ നാം ഹേ ഇൻസെക്ടിന്റെ പേരാണ് കനഖജൂര. എന്താണത്? സെന്റിപേഡ്, അതായത് കരിങ്കണ്ണി അല്ലെങ്കിൽ പഴുതാര. ആപ്മേ സേ നിങ്ങളിൽ കിസീനെ ആരെങ്കിലും കനഖജൂര ദേഖാ ഹേ? കനഖജൂര നമ്മൾ പറഞ്ഞു എന്താണ്? സെന്റിപേഡ് അല്ലെങ്കിൽ കരിങ്കണ്ണിയെ ദേഖാ ഹേ കണ്ടിട്ടുണ്ടോ? എട്ടുകാലിയെ കുറിച്ച് കുട്ടികൾ പറയുന്നത് കേട്ടിട്ട് ടീച്ചർ പറഞ്ഞു, തികച്ചും ശരിയാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങളോട് മറ്റൊരു അത്ഭുതകരമായ ജീവിയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അതിന് 30 മുതൽ 382 കാലുകൾ വരെ ഉണ്ടാകാം, അഥവാ 15 മുതൽ 191 ജോഡികൾ വരെ. ഈ അത്ഭുത കീടത്തിന്റെ അല്ലെങ്കിൽ ഈ അത്ഭുത ജീവിയുടെ പേരാണ് കനഖജൂര, അതായത് കരിങ്കണ്ണി അല്ലെങ്കിൽ പഴുതാര. നിങ്ങൾ ആരെങ്കിലും കനഖജൂരയെ കണ്ടിട്ടുണ്ടോ? പഴുതാരയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കരിങ്കണ്ണിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ടീച്ചർ ചോദിച്ചു. സബ് വിദ്യാർത്ഥി, സബ് എന്നാൽ എല്ലാ, വിദ്യാർത്ഥി കുട്ടികളും ഒരുമിച്ച് പറഞ്ഞു എന്ത്? നെഹി, ഇല്ല. അപ്പോ ടീച്ചർ പറഞ്ഞു, വാസ്തവ് മേ ഘരോं में इनका मिलना कठिन है. ये अधिकतर ऐसे स्थानों में रहते हैं जहां सीलन और अंधेरा हो, जैसे गीले पेड़ों के तनों के अंदर या गीली घास या पत्तों के ढेर के नीचे. पर सोचने की बात यह है कि इतने सारे पेड़ों वाला कैसे चलता होगा. वास्तव में, इन रियलिटी അല്ലെങ്കിൽ ആക്ച്വലി, ഘറോ മേ ഇൻ ഹൗസസ് വീടുകളിൽ, ഇൻക ഇവയുടെ, മിൽന കാണാൻ സാധിക്കുക, കഠിൻ ഡിഫിക്കൽട്ട് ബുദ്ധിമുട്ട്, ഹേ ആണ്, യേ ഇവ, അധികതർ കൂടുതലായി, ഏസേ അത്തരത്തിലുള്ള, സച്ച് സ്ഥാനോമേ സ്ഥാനങ്ങളിൽ, രഹത്തെ ഹേ താമസിക്കുന്നു, ജഹാ എവിടെ, സീലൻ ഈർപ്പം മോയിസ്ചർ, ഓർ ആൻഡ് കൂടെ, അന്ധേര ഇരുട്ട്, ഹോ ഉണ്ടാകുന്നത്, ജേസേ സച്ച് ആസ് ഗീലെ ഈർപ്പമുള്ള, വെറ്റായിട്ടുള്ള, പേടോ കെ തനോ ട്രീ ട്രങ്ക്സ് മരത്തിന്റെ തണ്ടുകൾ, കെ അന്തർ മരത്തണ്ടുകൾക്ക് ഉള്ളിൽ, യാ ഓർ അല്ലെങ്കിൽ, ഗീലി വെറ്റായിട്ടുള്ള ഈർപ്പമുള്ള, ഘാസ് പുല്ല്, യാ ഓർ പത്തോ ഇല, പത്തോ കെ ഢേർ ഇലകളുടെ കൂമ്പാരം, കെ നീച്ചെ ഇലകളുടെ കൂമ്പാരത്തിനു കീഴിൽ, പർ പക്ഷേ, സോച്നെ കി ബാത് ചിന്തിക്കേണ്ട വിഷയം, യേ ഹേ കി ഇതാണ്, ഇത്നെ സാരെ പേരോ വാല ഇത്രയും കാലുള്ളവൻ, കേസേ എങ്ങനെയായിരിക്കും, ചൽത്താ ഹോഗ എങ്ങനെയായിരിക്കും നടക്കുന്നത്. യഥാർത്ഥത്തിൽ വീടുകളിൽ ഇവയെ കാണാൻ ബുദ്ധിമുട്ടാണ്. ഇവ സാധാരണമായി ഈർപ്പം നിറഞ്ഞ ഇരുട്ടുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. ഉദാഹരണത്തിന്, ഈർപ്പമുള്ള മരത്തിന്റെ തണ്ടുകൾക്കുള്ളിൽ, ഈർപ്പമുള്ള പുല്ലിന് കീഴിലോ അല്ലെങ്കിൽ ഈർപ്പമുള്ള ഇലകളുടെ കൂമ്പാരത്തിന് കീഴിലോ. പക്ഷേ ചിന്തിക്കേണ്ട വിഷയം എന്താണെന്നാൽ, ഇത്രയും കാലമുള്ള ഒരു ജീവി എങ്ങനെയായിരിക്കും നടക്കുന്നേ? ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. കാലുകൾ ഇല്ലാത്തവരിൽ നിന്ന് 100 കണക്കിന് കാലുകളുള്ള ജീവികളെ വരെ നമ്മൾ കണ്ടു. പാമ്പുകൾക്ക് കാലുകളേ ഇല്ല. പക്ഷികൾക്കും മനുഷ്യർക്കും 2 കാലുകൾ, പശുക്കൾക്കും പൂച്ചകൾക്കും 4 കാലുകൾ, ചില പ്രാണികൾക്ക് 6 കാലുകൾ, 8 കാലിക്ക് 8 കാലുകൾ. പക്ഷെ ഏറ്റവും വലിയ സർപ്രൈസ് അത് കരിങ്കണ്ണിയുടേതായിരുന്നു. 382 കാലുകൾ വരെ. അത്ഭുതകരം അല്ലേ? പ്രകൃതിയിൽ ഓരോ ജീവിക്കും അവയുടേതായ കുറവുകളും സവിശേഷതകളും ഒക്കെ ഉണ്ട്.
വ്യത്യസ്തമായ എണ്ണത്തിലുള്ള കാലുകൾ പല ജീവികളെയും നടക്കാനും ചാടാനും ഇഴയാനും സഹായിക്കുന്നു. പിന്നെ ഇനി തൊട്ട് ഏതെങ്കിലും ജീവിയെ കാണുമ്പോ അവയുടെ കാലുകളുടെ എണ്ണം എടുക്കാൻ മറക്കല്ലേ.